തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്നും കാണാതായ 13-കാരിക്കായി കേരള പോലീസ് അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയോടെയാണ് നെയ്യാറ്റിൻകര സ്വദേശിനിയായ ബബിത എന്ന യുവതി കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഫോട്ടോ ഉൾപ്പെടെയുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് കൈമാറിയത്. തങ്ങളുടെ എതിർ സീറ്റിലിരുന്ന് പെൺകുട്ടി കരയുന്നത് കണ്ടാണ് കൂട്ടുകാരിക്കൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന ബബിത പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തത്. മെഡിക്കൽ കോഡിങ്ങിന് പഠിക്കുന്ന ബബിതയും കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയും ട്രെയിനിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ചിത്രം പകർത്തിയത്. തമ്പാനൂരിൽ നിന്നാണ് പെൺകുട്ടി ട്രെയിനിൽ കയറിയതെന്ന് ബബിത പറഞ്ഞു. നെയ്യാറ്റിൻകരയിൽ വെച്ചാണ് ഫോട്ടോ എടുത്തത്. കുട്ടി കരയുന്നുണ്ടായിരുന്നുവെങ്കിലും ധൈര്യത്തോടെയായിരുന്നു ഇരുന്നത്. വീട്ടിലിടുന്ന വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ഇതു സംശയം തോന്നി. കുട്ടി കരയുന്നത് കണ്ടാണ് ഫോട്ടോ എടുത്തത്. അങ്ങനെ എടുക്കാൻ തോന്നി. വീട്ടിൽ നിന്ന് പിണങ്ങി വന്നതായിരിക്കാമെന്നാണ് കരുതിയത്. പെൺകുട്ടിയുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്നും ബബിത വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങളുടെ മുഖത്തേക്ക് പോലും കുട്ടി നോക്കിയിരുന്നില്ല. കൂടെയുണ്ടായിരുന്ന സുഹൃത്തായ യാത്രക്കാരിയാണ് കുട്ടി നമ്മുടെ കൂടെ തമ്പാനൂരിൽ നിന്നാണ് കയറിയതെന്ന് പറഞ്ഞത്. ഉച്ചയ്ക്ക് 1:30-ക്കാണ് ഫോട്ടോ എടുത്തത്. വീട്ടിലെത്തിയപ്പോൾ നല്ല കാറ്റായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതുകൊണ്ട് തന്നെ പുലർച്ചെ എഴുന്നേറ്റാണ് യൂട്യൂബിൽ നോക്കിയത്. അപ്പോഴാണ് യൂട്യൂബിലെ ചാനലുകളിലെ വാർത്ത കണ്ടത്. കുട്ടിയുടെ ഫോട്ടോ കണ്ട് സംശയം തോന്നി. തുടർന്ന് 4 മണിയോടെയാണ് പോലീസിൽ വിവരമറിയിച്ചത്. ഇന്നലെ രാത്രി കുട്ടിയെ കാണാതായ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നും ബബിത പറഞ്ഞു. ഫോട്ടോ അയച്ചു കൊടുത്ത ശേഷം കുട്ടിയുടെ പിതാവ് തിരിച്ചറിഞ്ഞുവെന്ന് പോലീസ് വിളിച്ച് അറിയിക്കുകയായിരുന്നുവെന്ന് ബബിത പറഞ്ഞു. കുട്ടിയുടെ കയ്യിൽ നോട്ട് ചുരുട്ടി പിടിച്ചിരിക്കുന്നു. 40 രൂപയോളം വരുമെന്നാണ് തോന്നുന്നത്. കയ്യിൽ ബാഗുണ്ടായിരുന്നെങ്കിലും പൊടിയുണ്ടായിരുന്നു. കുട്ടിയെ കണ്ടപ്പോൾ എന്തോ ഫോട്ടോ എടുക്കാൻ തോന്നിയതാണെന്നും ബബിത പറഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ് മെഡിക്കൽ കോഡിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ബബിത. ബബിതയും കൂടെയുണ്ടായിരുന്ന സഹയാത്രികയുമാണ് കുട്ടിയെ കണ്ട സംശയം തോന്നി ഫോട്ടോ എടുത്തത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ നിർണായകമായതും ബബിതയെടുത്ത ഫോട്ടോ തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 10:30-യോടെയാണ് അസം സ്വദേശികളുടെ മകളെ കാണാതായത്. തുടർന്ന് കഴക്കൂട്ടം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴക്കൂട്ടത്തെ വിവിധ ഭാഗങ്ങളിലെ CCTV കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന കഴക്കൂട്ടം വടക്കുംഭാഗ വീട്ടിൽ നിന്നാണ് കാണാതായത്. അമ്മയോട് പിണങ്ങി ഇറങ്ങിപ്പോയതാണെന്നാണ് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയത്. രാവിലെ കുട്ടിയെ അമ്മ മർദ്ദിച്ചിരുന്നു. രാവിലെ 8 മണിക്ക് ശേഷം മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത സമയത്ത് പെൺകുട്ടി അനുജത്തിയുമായി വഴക്കിട്ടതായി പോലീസ് പറഞ്ഞു. രാവിലെ 9:45-ഓടെ വീട്ടിൽ തിരിച്ചെത്തിയ അമ്മ കുട്ടിയെ ശകാരിച്ച ശേഷം ജോലിക്ക് പോയി. ഇതിന്റെ വൈരാഗ്യത്തിൽ കുട്ടി പിണങ്ങിപ്പോയതാകാമെന്നാണ് പോലീസ് കരുതുന്നത്.